ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായി സ്നേഹമുള്ളവരെ, രാമനാഥപുര രൂപതയുടെ ഡിഡാക്കെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആ പ്രോഗ്രാം ഉപയോഗപ്പെടുത്തുന്നു എന്നറിയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, വൈ ഈസ് ഹോളി കമ്മ്യൂണിയൻ കൺസിഡേർഡ് എസെൻഷ്യൽ ഇൻ ദ ഹോളി കുർബാന? വിശുദ്ധ കുർബാനയിൽ കുർബാന സ്വീകരണം വളരെ എസെൻഷ്യലാണ്, പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്ന കാരണം എന്താ? വിശുദ്ധ കുർബാന പൂർത്തിയാകുന്നത് കുർബാന സ്വീകരണത്തോടു കൂടിയാണ്. നിങ്ങളുടെ നാമത്തെ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് കർത്താവ് അന്ത്യത്താഴ വേളയിൽ നമ്മളോട് പറഞ്ഞു. കർത്താവ് എന്നേക്കുമായി അർപ്പിച്ച ഹിസ്റ്റോറിക്കൽ സാക്രിഫൈസ്, ആ ഹിസ്റ്റോറിക്കൽ സാക്രിഫൈസ് നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടി കർത്താവ് അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും കർത്താവിൻ്റെ സ്ഥാനത്ത് ഒരു പ്രതിപുരുഷനെ നിർത്തി, ഒരു വൈദികൻ, പുരോഹിതൻ എന്ന് പറയുന്ന ഒരു പ്രതിപുരുഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് നിർത്തി കർത്താവ് തന്നെയാണ് ബലി അർപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കർത്താവ് ഇപ്പോൾ ഇതെൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ വൈദികൻ എന്താ പറയുന്നത്? വൈദികൻ പറയുന്നത് ഇത് കർത്താവിൻ്റെ ശരീരമാണെന്നല്ല പറയുന്നത്, എൻ്റെ ശരീരമാണ്. സോ ഹീസ് ആക്ട്സ് ഇൻ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. അപ്പോൾ വൈദികൻ്റെ കരങ്ങളിലൂടെ, വൈദികൻ്റെ വചനങ്ങളിലൂടെ ഈശോ തന്നെയാണ് പ്രവർത്തിക്കുന്ന അൾത്താരയിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കർത്താവ് അന്ന് പറഞ്ഞു, ബലി അർപ്പിച്ചാൽ പോരാ, ബലി സ്വന്തമാക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് ആ ബലി നമ്മൾ സ്വീകരിക്കണം. അതാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. ആ ദിവ്യകാരുണ്യം സ്വീകരിച്ചാലേ വിശുദ്ധ കുർബാന പൂർത്തിയാകുന്നുള്ളൂ. വിശുദ്ധ കുർബാന നമ്മൾ പങ്കെടുത്തതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നത് ഈശോ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് അവിടെ വസിക്കുമ്പോഴാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് വേണം? യോഗ്യതയോടുകൂടി ബലിയിൽ പങ്കെടുക്കണം, യോഗ്യതയോടുകൂടി കുർബാന സ്വീകരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് വിശുദ്ധ കുർബാന സ്വീകരണത്തോടു കൂടിയാണ് കുർബാന പൂർത്തിയാകുന്നുള്ളൂ. അപ്പോൾ പൂർത്തിയാകേണ്ട കുർബാനയിൽ പങ്കെടുക്കാനും കുർബാന സ്വീകരിച്ച് ബലി പൂർത്തിയാക്കാനുള്ള താല്പര്യം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. എന്തുകൊണ്ടാണ് ഞായറാഴ്ച കുർബാന കത്തോലിക്കർക്ക് കടപ്പെട്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കറിയാലോ, ഞായറാഴ്ച എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ്. കർത്താവ് പാടുപീഡകൾ സഹിച്ച് മരിച്ചു, ഉത്ഥാനത്തോടു കൂടിയാണ് കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങൾ പൂർത്തിയാകുന്നത്. അപ്പോൾ ഒരു കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളിൽ പങ്കുചേരുക എന്നുള്ളത്. ഓരോ ദിവസവും കുർബാനയിൽ പങ്കെടുത്ത് പഠിക്കാനും ജോലിക്കും ഒക്കെ പോകുന്ന വളരെ വൈറ്റലാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതേസമയം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ടും കുർബാനയ്ക്ക് വരണമെന്ന് പറയാൻ കാരണം, അന്നെങ്കിലും ആ വ്യക്തി, ആ കുടുംബം വിശുദ്ധ കുർബാനയിൽ, ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാന പങ്കെടുത്തില്ലെങ്കിൽ അവൻ്റെ ക്രിസ്ത്യാനിറ്റിയാണ്, അവൻ്റെ വിശ്വാസമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കർത്താവിലുള്ള തൃത്വത്തിലുള്ള വിശ്വാസം, കർത്താവിൻ്റെ പീഡാനുഭവങ്ങളും കുരിശുമരണത്തിൽ ഉത്ഥാനത്തിലുള്ള വിശ്വാസം അവൻ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവൻ കത്തോലിക്കനായി നടക്കുന്നതിന് അർത്ഥമില്ല. അവൻ ക്രിസ്ത്യാനി എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനാക്കി തീർത്ത മിശിഹ അനുഭവം, മിശിഹ സംഭവം, അത് നമ്മുടെ ജീവിതത്തിന് ഭാഗമാകണം. അതിനെക്കുറിച്ച് ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. ആ മിശിഹ അനുഭവം നമുക്ക് കിട്ടുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അതുകൊണ്ടാണ് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും എങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് സഭ അനുശാസിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ആ രീതി, അത് ഒബ്ലിഗേറ്ററി എന്നുള്ള നിലയിലല്ല, എൻ്റെ ജീവൻ്റെ, എൻ്റെ പ്രാണവായുവാണ് കർത്താവ്. ആ കർത്താവിനെ അനുഭവിക്കാനായിട്ട് എനിക്ക് മറ്റു ദിവസങ്ങൾ സാധിച്ചില്ലെങ്കിലും ഞായറാഴ്ചയെങ്കിലും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഒരുമിച്ച് ബലിയിൽ പങ്കെടുക്കണം. എന്നെ ഒരുമിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ, ഞാൻ എവിടെയാണ് താമസിക്കുന്നതെങ്കിൽ, എവിടെ ജോലി ചെയ്യുന്നതെങ്കിൽ, അത് വിദേശത്താകാം സ്വദേശത്താകാം, എവിടെയാണ് കത്തോലിക്ക പള്ളി, ആ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമുള്ള കാര്യം. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ കുർബാന അത് നമ്മൾ ഒരു ഒബ്ലിഗേഷൻ ആയതുകൊണ്ടല്ല, അത് നമ്മുടെ ജീവിതത്തിന് ഭാഗമാണ് എന്ന രീതിയിൽ തന്നെ നമ്മൾ അതിനെ കാണണം. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വൈറ്റലായിട്ടുള്ള റിയാലിറ്റിയാണ് എൻ്റെ ജീവിതത്തിൽ എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. വിച്ച് വൊക്കേഷൻ ഈസ് കൺസിഡേർഡ് ദ ബെസ്റ്റ് ഇഫ് ഓൾ വൊക്കേഷൻസ് ഹാവ് ഈക്വൽ സ്റ്റാറ്റസ്? നമുക്കറിയാലോ, എല്ലാ ദൈവവിളികളും പ്രധാനപ്പെട്ടതാണ്. അതിൻ്റേതായ ദൗത്യമുണ്ട്. ദൗത്യമാണ് അത് വ്യത്യസ്തമാക്കുന്നത്. എല്ലാ വിളികളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഈ വിളികളുടെ ഏറ്റവും അടിസ്ഥാനപരമായുള്ള വിളി ഏതാണ്? അത് കുടുംബജീവിതമാണ്. അതുകൊണ്ടാണ് നല്ല കുടുംബത്തിൽ നിന്ന് നല്ല വൈദികരുണ്ടാകുകയുള്ളൂ, നല്ല കുടുംബത്തിൽ നിന്ന് നല്ല സന്യസ്തർ സമർപ്പിതരുണ്ടാകുകയുള്ളൂ, നല്ല കുടുംബത്തിൽ നിന്ന്
ഏകസ്ഥരുണ്ടാകുകയുള്ളൂ എന്ന് സഭ പഠിപ്പിക്കുന്നതിന് കാരണം അതാണ്. എല്ലാ വിളികളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അത് ദൈവത്തിൻ്റെ വിളി തന്നെയാണ്. വൈദികരാകാൻ മാത്രമല്ല, സന്യസ്തരാകാൻ മാത്രമല്ല, കുടുംബജീവിതം നയിക്കാനും ദൈവവിളി വേണം. അതുകൊണ്ടല്ലേ ചില മനുഷ്യർ നല്ല വിദ്യാഭ്യാസമുള്ളവരടക്കം, നല്ല തറവാട്ട് മഹിമയുള്ളവർ, നല്ല പിള്ളേർ, നല്ല കുട്ടികളാണ്, നല്ല സ്വഭാവം. പക്ഷെ ചിലർ പറയും എനിക്ക് കല്യാണം വേണ്ട, ഈ കല്യാണം എനിക്ക് ഇഷ്ടമില്ല, ഈ കല്യാണത്തെക്കുറിച്ച് ചിന്ത വരുന്നില്ല. അതിൻ്റെ കാരണം എന്താ? അവന് ദൈവവിളി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വൈദികനാകാൻ താല്പര്യമില്ല, സമർപ്പിതനാകാൻ താല്പര്യമില്ല, കല്യാണം കഴിക്കാനും ഇഷ്ടമില്ല. അപ്പോൾ എല്ലാ വിളികളും ദൈവത്തിൻ്റെ വിളിയാണ്. ദൈവം വിളിച്ച് കൃപ തന്നാൽ മാത്രമേ ഓരോ വിളിയും സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കുടുംബജീവിതമാണ്, മറ്റെല്ലാ ദൈവവിളികളുടെയും അടിസ്ഥാനം. പക്ഷേ എന്താണ് പിന്നെ മറ്റ് വ്യത്യസ്തമായിട്ടുള്ളത്? കുടുംബജീവിതം വ്യത്യസ്തമായിട്ടുള്ളത്, പൗരോഹിത്യ ജീവിതം, സമർപ്പിത ജീവിതം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ക്ലോസ്ലി അസോസിയേറ്റിംഗ് വിത്ത് ക്രൈസ്റ്റ്. കുറച്ചുകൂടി കർത്താവിനെ അടുത്ത് അനുഗമിക്കാനുള്ള അവസരമാണ് വൈദിക ജീവിതവും സന്യാസ ജീവിതവും. അതായത് കുടുംബജീവിതത്തിൻ്റെ തിക്കും തിരക്കിൽപ്പെടാതെ, പരിമിതികളിൽപ്പെടാതെ മുഴുവനായിട്ടും കർത്താവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാനായിട്ടും സാധിക്കുന്ന ഒരു ജീവിതാവസ്ഥ. അങ്ങനെ വിളിയുടെ സ്റ്റാറ്റസ് അല്ല, നിർവഹിക്കുന്ന ജോലികളുടെ പ്രത്യേകത അനുസരിച്ചാണ് ദൈവവിളികൾക്ക് തമ്മിൽ വ്യത്യാസമുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് കുടുംബജീവിതം അടക്കം ദൈവം വിളിച്ചാലേ പറ്റുള്ളൂ, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകണം. പ്രീസ്റ്റ്ഹുഡിന് എന്തുകൊണ്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്നത് ഈശോയുടെ പകരക്കാരനാകാനുള്ള വിളിയാണ്. തൻ്റെ അജപാലന ശുശ്രൂഷയിലൂടെ, പ്രബോധനങ്ങളിലൂടെ, ബലിയർപ്പണത്തിലൂടെ, കുദാശ പരികർമ്മങ്ങളിലൂടെ, ലീഡർഷിപ്പിലൂടെ കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് കുറച്ചുകൂടി അടുത്ത് ഫുൾ ടൈമറായിട്ട് ശുശ്രൂഷ ചെയ്യാനുള്ളൊരു അവസരമാണ് പ്രീസ്റ്റ്ഹുഡ്. അതുകൊണ്ടാണ് വൈദികനെ നെതർ ക്രൈസ്റ്റ്, കർത്താവിൻ്റെ പകരക്കാരൻ, സബ്സ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുന്നത്. ആ ഒരു പ്രത്യേകത പൗരോഹിത്യത്തിനുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളുടെ അടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തമാണ്, വ്യതിരിക്തതയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.